നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്കൊന്ന് എത്തി നോക്കാം. നിങ്ങളുമായിട്ടുള്ള പുതിയ അവസരത്തിന് വേണ്ടി ഈ വ്യക്തി കാത്തിരിക്കുകയാണ്. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. സത്യത്തിൽ ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ മുഖം ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും മായുന്നില്ല എന്നുള്ളതാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ ഏറ്റവും വലിയ സ്ഥാനം നേടിയിട്ടുള്ളത് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനാകുന്ന വിധത്തിലാണ് ഇന്നത്തെ കാർഡ്സ് വ്യക്തമാക്കുന്നത്. മാലാഖമാരുടെയും ദൈവങ്ങളുടെയും അതിശക്തമായിട്ടുള്ള സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രണയബന്ധമായിട്ടാണ് ഇന്നത്തെ വായനയിൽ കാണിക്കുന്നത്. ഇവിടെ മുന്നോട്ട് ജീവിതം ഉണ്ടെന്നും മുന്നോട്ട് തീരുമാനങ്ങൾ എടുക്കണമെന്നും മുന്നോട്ട് പോകണമെന്നും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ ഓർത്ത് കരഞ്ഞു കരഞ്ഞ് ഈ വ്യക്തി തളർന്നിരിക്കുന്നു. നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെല്ലാം തന്നെ ഏറ്റു പറഞ്ഞുകൊണ്ട് മാപ്പ് പറയാൻ ഈ വ്യക്തി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിയുടെ പല സമയങ്ങളിലും മൂൺ എനർജി ആയിട്ടാണ് കാണപ്പെടുന്നത്. മൂൺ എനർജിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമം അല്ലെങ്കിൽ നിരാശ, വേദന ഇതിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. എങ്കിൽ പോലും കഴിഞ്ഞു പോയ കാര്യങ്ങൾ മാറ്റിവെച്ച് പുതിയൊരു തുടക്കത്തിന് വേണ്ടി തയ്യാറാകണമെന്ന് ഈ വ്യക്തി താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയാണെങ്കിൽ പോലും ഈ വ്യക്തിയെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥന ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് വരുവാൻ വേണ്ടിയിട്ടും നിങ്ങളിലേക്ക് ആകർഷിപ്പിക്കുവാൻ വേണ്ടിയിട്ടുമൊക്കെ നല്ല രീതിയിൽ തന്നെ താല്പര്യം വരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഏറ്റവും പോസിറ്റീവ് എനർജി എന്ന് ഈ വ്യക്തി ചിന്തിക്കുകയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ത്യജിക്കണം, അതിനെല്ലാം തന്നെ ഈ വ്യക്തി തയ്യാറാണ് എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ വ്യക്തിക്ക് മുന്നിൽ ഒരുപാട് വഴികൾ ഉണ്ടായിരുന്നു. കൂട്ടുകാരുമായിട്ടുള്ള വഴികൾ, മറ്റു പല ബന്ധുമിത്രാദികളായിട്ടുള്ള വഴികൾ, നിങ്ങളുമായിട്ടുള്ള വഴികൾ, അല്ലെങ്കിൽ വേറെയും പ്രണയബന്ധങ്ങൾ ഈ വ്യക്തിക്ക് മുന്നിൽ വന്നുകൊണ്ടിരുന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് ഈ വ്യക്തി വളരെ കൺഫ്യൂഷനിലൂടെയാണ് കടന്നു പോയത്. ഇതിലേത് വഴിയാണ് ഈ വ്യക്തിയുടേത്, ഇതിലേതു വഴി തിരഞ്ഞെടുത്താലാണ് ഈ വ്യക്തിക്ക് നന്മ വരുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യത്തിൽ വളരെയധികം ഡൗട്ടായിരുന്നു ഈ വ്യക്തിക്കുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഈ വ്യക്തിയുടെ യഥാർത്ഥ വഴിയെന്നും ഈ വ്യക്തിയുടെ സോൾ പർപ്പസുമായി നിങ്ങളുമായി ബന്ധമുണ്ടെന്നും ഈ വ്യക്തി തിരിച്ചറിയുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അടുത്തേക്ക് എത്രമാത്രം പോസിറ്റീവായിട്ട് വരാമെന്നുള്ളത് ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് വന്നു ചേരുക എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ വ്യക്തിയുടെ ഹൃദയവും വികസിച്ചിട്ടുണ്ടെങ്കിൽ, ആത്മാവും വികസിച്ചിട്ടുണ്ടെങ്കിൽ, ഈ വ്യക്തിയിൽ പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഈ വ്യക്തിയിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലൂടെ, സ്നേഹത്തിലൂടെ മാത്രമാണ്, നിങ്ങളുടെ സ്നേഹം കൊണ്ട് മാത്രമാണ് എന്നാണ് നമുക്ക് പറയുവാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള അപൂർവ നിമിഷങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഓർമ്മ എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഒരിക്കലും മറക്കാനാകാത്ത കാര്യങ്ങൾ തന്നെയാണ്. ആ ഓർമ്മകളിൽ ഒരുപാട് വേദനിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതുമായിട്ടുള്ള ഓർമ്മകളുണ്ട്. നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം പോലും ഓർമ്മിപ്പിക്കലാണ് എന്നാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. ഓർമ്മിപ്പിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളിലൂടെ ഒരുപാട് പാഠങ്ങൾ ഈ വ്യക്തിക്ക് പഠിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വ്യക്തി ഒരുപക്ഷെ ഒരു എടുത്തുചാട്ടക്കാരനായിരിക്കാം,
എടുത്തു ചാടി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലൂടെ ഒരുപാട് പാഠങ്ങൾ ഈ വ്യക്തിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം. നിങ്ങൾ ഒരു കണക്കിന് വെച്ച് നോക്കുമ്പോൾ ഈ വ്യക്തിയുടെ വഴികാട്ടിയാണ്. പഴയതെല്ലാം തന്നെ ഒലിച്ചു കളഞ്ഞുകൊണ്ട് പുതിയ നന്മയിലേക്ക് കടക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും റോൾ മോഡൽ ആവുകയും ഒരു നല്ലൊരു വഴികാട്ടിയാവുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതിലൂടെ ഈ വ്യക്തിക്ക് പുതിയ വഴിയിലൂടെ കടക്കുവാനും സാധിച്ചു എന്ന് പറയുന്നത് ഇവിടെ ഏറെ സന്തോഷിപ്പിക്കുന്നതും അതിശയിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ വ്യക്തിയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഈ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം കാണിച്ചിട്ടുള്ളതും പ്രകടിപ്പിച്ചിട്ടുള്ളതും നിങ്ങൾക്ക് മുന്നിൽ മാത്രമാണ്. കാരണം നിങ്ങളുടെ മുന്നിൽ ഈ വ്യക്തിക്ക് എന്ത് വേണമെങ്കിലും പ്രകടിപ്പിക്കാം എന്നുള്ള ഒരു സ്വാതന്ത്ര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ഈ വ്യക്തി ഫ്രീ ആകുന്നത് നിങ്ങൾക്ക് മുന്നിൽ മാത്രമാണ്. നിങ്ങളുമായിട്ടുള്ള സംസാരമാണെങ്കിലും ഈ വ്യക്തിയുടെ തീരുമാനങ്ങളും ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും എല്ലാം നിങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുമായിട്ടുള്ള സൗഹൃദമായിക്കോട്ടെ, പ്രണയബന്ധമായിക്കോട്ടെ, ഒരുമിച്ചിരിക്കുന്നതോ നടക്കുന്നതോ ആയിക്കോട്ടെ, വളരെയധികം സന്തോഷം തരുന്നതും കംഫർട്ടബിൾ ആയിട്ടുമാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. ഈ വ്യക്തിക്ക് ഇത്രയും കംഫർട്ട് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യവും തന്നെ ഇല്ല എന്ന് തന്നെയാണ് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത്. ഈ പേഴ്സന് മുന്നിലേക്ക് വന്നു ചേരുവാനായി ധാരാളം വഴികളുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരുവാനും നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി താല്പര്യപ്പെടുകയാണ്. നിങ്ങളിലൂടെ പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ ഈ വ്യക്തി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി ഒന്നിക്കുവാൻ പല അവസരങ്ങളും ഈ വ്യക്തിയായി തന്നെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇനി ഈ വ്യക്തിയായി തന്നെ നഷ്ടപ്പെടുത്തിയിട്ടുള്ള ആ അവസരങ്ങളെല്ലാം തന്നെ പുതുക്കിയെടുത്തുകൊണ്ട് പുതിയ അവസരങ്ങൾ തേടുന്നതിന്റെ തിരക്കിലാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുന്നോട്ടുള്ള മൂവ്മെന്റിനെ കുറിച്ചാണ്. ഈ വ്യക്തി മുന്നോട്ടാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചും പുറകിലേക്കുമാണ് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി മുന്നോട്ട് ചിന്തിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഏറ്റവും പോസിറ്റീവ് എനർജി എന്നും പോസിറ്റീവായ വ്യക്തി എന്നും ഈ വ്യക്തി തിരിച്ചറിയുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരുക എന്ന് പറയുന്നത് മുജ്ജന്മ ഭാഗ്യമായിട്ടാണ് ഈ വ്യക്തി കണക്കാക്കുന്നത്. പുതിയ ഊർജങ്ങളെ തേടി പോകുന്ന രീതി ഈ വ്യക്തി നിർത്തിയിരിക്കുന്നു. പുതിയ വ്യക്തികളെ തേടി പോയിട്ട് കാര്യമില്ലെന്നും തനിക്ക് സന്തോഷം ലഭിക്കുന്നതുമായിട്ടുള്ള വ്യക്തി നിങ്ങളാണെന്നുമുള്ള സത്യത്തിലേക്കാണ് ഈ വ്യക്തി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തിന് ഞാൻ വേറെ തേടിപ്പോണം, എന്തിന് ഞാൻ വേറെ വ്യക്തികളുടെ സാന്നിധ്യം തേടിപ്പോണം, അതിൻ്റെ ആവശ്യം എനിക്കില്ല എന്നുള്ള രീതിയാണ് ഈ വ്യക്തി മനസ്സിലാക്കുന്നത്. ഇത് നമുക്ക് കാണാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി ഒരു പുതിയ വ്യക്തിത്വത്തിന് ഉടമയാകുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട്. അതായത് പഴയ സ്വഭാവങ്ങളെല്ലാം മാറ്റിവെച്ച് തൻ്റെ സ്വഭാവത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നും വ്യക്തിത്വത്തിന് ഉടമയാകണമെന്നും ഈ വ്യക്തി എടുപ്പുകൾ നടത്തുന്നുണ്ട്. മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് നമുക്ക് വളരെ നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നു. ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ളത്. എന്തു തന്നെയായാലും നിങ്ങളുമായി പുതിയ അവസരത്തിന് വേണ്ടി ഈ വ്യക്തി കാത്തിരിക്കുകയാണ്. അതെല്ലാം നല്ലതിനാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.